നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന മാപ്പിങ്ങിനെ കുറിച്ചാണ്. കൺഫോർമാലിറ്റി തേർഡ് സെം മാത്സിലെ കൺഫോർമൽ മാപ്പിങ്ങിൻ്റെ ഭാഗത്താണ് ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കോംപ്ലക്സ് ഫംഗ്ഷനായിട്ടുള്ള ഡബ്ല്യു ഈക്വൽ ടു ഇറേസർ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മാപ്പിങ്ങിനെ കുറിച്ചാണ്. സോ ഡബ്ല്യു ഈക്വൽ ടു ഇറേസർ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ കൺഫോർമൽ മാപ്പിംഗ് ആണ്. ആ മാപ്പിംഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഓരോ ഇമേജസുകൾ എന്താണ്, ആ ഫംഗ്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ഇമേജുകളുടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും ഒക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നതാണ് നമുക്കൊരു അനലിറ്റിക് ഫംഗ്ഷനാണെന്ന് അറിയാം. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷനാണ് ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് കൺഫോമലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. അത് ചെക്ക് ചെയ്യണം എങ്ങനെയാണ്, ഡി ഡബ്ല്യു ബൈ ഡി ഇസഡ് നോക്കും. സോ ഡി ഡബ്ല്യു ബൈ ഡി ഇസഡ് നോക്കിക്കഴിഞ്ഞാൽ ഇ റേസ് ടു സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അറ്റ് എനി പോയിൻറ്റ്. ഫോർ ഓൾ ഇസഡ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഒരിക്കലും ഇ റേസ് ടു സെഡ് 0 ആവുന്നില്ല. സോ ഇറ്റ് ഈസ് കൺഫോമൽ എവരിവർ. കൺഫോമൽ എവരിവർ. ദിസ് ഈസ് എ കൺഫോമൽ മാപ്പിംഗ്. കൺഫോമൽ എവരിവർ. സോ ഇത് കൺഫോമലാണ്. ഇത് ഒരു സ്ഥലത്ത് പോലും 0 ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന മാപ്പിംഗ് കൺഫോമലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഏതൊരു ഫംഗ്ഷനും അല്ലെങ്കിൽ ഏതൊരു ഇസഡിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു രണ്ട് കേർവ്സ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾസുകൾ ഇമേജിലും അത് പ്രിസർവ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഇമേജുകൾ തമ്മിൽ ഇതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഇമേജുകൾ എന്ന് പറയുന്നതും എന്തായിരിക്കും, ഇതിൻ്റെ ഇമേജസ് എന്ന് പറയുന്നതും ഇതേ ആംഗിൾ, ഇതിൻ്റെ ടാൻജൻസ് എന്തൊക്കെയാണോ ആ ടാൻജൻസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ആംഗിൾസുകൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആംഗിളുകളും സെയിം ആയിരിക്കും എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ രണ്ട് ആംഗിൾസുകളും സെയിം ആയിരിക്കും, അതായത് കൺഫോമലായത് കാരണം. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൊക്കെ എന്താണെന്നുള്ളതാണ്. അതിന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡബ്ല്യു ഈക്വൽ ടു ഇ റേസ് ടു സെഡ് ആണെങ്കിൽ, അതായത് യു പ്ലസ് ഐ വി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഇ റേസ് ടു സെഡിനെ എഴുതണം. ഇ റേസ് ടു സെഡിനെ എഴുതണം. സോ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സെഡിന് ഈ എക്സ് പ്ലസ് ഐ വൈ കൊടുത്താൽ മതി. സോ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ ഇങ്ങനെ എഴുതാൻ സാധിക്കും. ശരിയല്ലേ? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ ഫ്രം ദി എക്സ്പോണൻസിൻ്റെ ലോ വെച്ചിട്ട് എ റേസ് ടു എം പ്ലസ് എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. സോ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ. ബട്ട് വി നോ ദാറ്റ് ഇ റേസ് ടു ഐ തീറ്റ, ഇ റേസ് ടു ഐ തീറ്റയുടെ ഇക്വേഷൻ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. This is the equation for e raised to I theta. So e raised to x plus i y നെ നമുക്ക് എങ്ങനെ എഴുതാം? We can write this as e raised to x into e raised to i y can be written as cos i theta. തീറ്റയുടെ സ്ഥാനത്ത് നമുക്കിവിടെ y ആണ്. സോ cos y പ്ലസ് i sin y എന്ന് പറഞ്ഞു എഴുതാം. പ്ലസ് sin y. So we can write e raised to i y as cos y plus sin y, i sin y. So cos y plus I sin y, or we can split this as e raised to x cos y plus I into e raised to x sin y, e raised to x sin y. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇ റേസ് ടു എക്സ് കോസ് വൈയും ഇ റേസ് ടു എക്സ് സൈൻ വൈയും ആണ്. പക്ഷേ നമുക്ക് ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് ശരിക്കും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇഫ് ദിസ് ഇസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നതിന് ഇങ്ങനെ എഴുതാൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ റൈറ്റ് മോഡ് ഡബ്ല്യു. വാട്ട് ഈസ് മോഡ് ഡബ്ല്യു? മോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. സോ ഇ റേസ് ടു എക്സ് കോസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ദിസ് ഇസ് മോഡ് ഡബ്ല്യു. സോ ഇ റേസ് ടു എക്സ് കോസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ വൈ ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് മോഡ്ലെസ് വാല്യൂ. Then when you take e raised to x the whole square common, you will get e raised to 2x into cos square y
പ്ലസ് സൈൻ സ്ക്വയർ വൈ. പക്ഷേ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് 1 ആണ്. സോ ദിസ് വിൽ ബിക്കം റൂട്ട് ഓഫ് ഇ റേസ് ടു 2x ആൻഡ് റൂട്ട് ഓഫ് ഇ റേസ് ടു 2x ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു എക്സ്. സോ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ, അതിൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ് വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് ടാൻ ഇൻവേഴ്സ് ഓഫ് imaginary part divided by real part. So imaginary part is e raised to x sin y, e raised to x sin y, and real part is e raised to x cos y. So their argument z is tan inverse of imaginary part by real part. So this is equal to tan inverse of e raised to x can be cancelled. So it will become sin y divided by cos y. So this will become sin y cos എന്ന് പറയുന്ന tan ആണ്. So this will become tan inverse of tan y. Tan inverse of tan y is nothing but y. സോ നമ്മളുടെ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന കൺഫേമൽ മാപ്പിങ്ങിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോളാർ ഫോമിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്. അതിൻ്റെ റിയൽ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ മോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു എക്സ് ആണ്. ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത്, ആർഗ്യുമെൻറ്റ് ഓഫ് ഡബ്ല്യു ഓർ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, വൈ ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഇ റേസ് ടു ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ എന്തിനാണ് എഴുതണേന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദ ഫംഗ്ഷൻ ഇൻ പോളാർ ഫോം. അതായത് നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്നതിനെ പോളാർ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് ആർ ഇ റേസ് ടു ഐ ഫൈ എന്ന് പറഞ്ഞ് നമുക്ക് പോളാർ ഫോമിൽ എഴുതാം. നമ്മളെപ്പോഴും പോളാർ ഫോമിൽ എപ്പോഴും എഴുതുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്ന രീതിയിലാണ്. തീറ്റ നമ്മളിവിടെ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ആർ ഫംഗ്ഷൻ്റെ, അതായത് ഇമേജിൻ്റെ, ഇതാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ഇമേജിൻ്റെ ദിസ് ഇസ് ദി ഇൻപുട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇൻപുട്ട് ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇമേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ടിനെ നമ്മൾ എന്താണ് പോളാർ ഫോമിൽ എഴുതിയേക്കുന്നതാണ് ആർ ഇ റേസ് ടു ഐ ഫൈ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടുത്തെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാം, വി ക്യാൻ റൈറ്റ് ദ മോഡുലസ് വാല്യൂ ഹിയർ. The modulus value of this one is r and the angle or argument value is phi. We can write the modulus value as e raised to x and argument value as y. So here the argument value is y and the modulus value is e raised to x for image. ഇമേജിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മളുടെ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഇൻപുട്ട് വരുന്നതിന് മുമ്പ് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് എക്സും വൈയും ആണ് ഇവിടുത്തെ ഇൻപുട്ടായിട്ട് വരുന്നത്. അതിൻ്റെ എക്സും വൈനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജിൻ്റെ പോളാർ ഫോം, ഇതിൻ്റെ പോളാർ ഫോമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ പോളാർ ഫോമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ പോളാർ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ മോഡുലസ് വാല്യൂ ഈസ് ഇ റേസ് ടു എക്സ് ആൻഡ് ആർഗ്യുമെൻറ്റ് വാല്യൂ ഈസ് വൈ. അതായത് ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണോ, അതായത് ഇൻപുട്ടിൻ്റെ എക്സ് വാല്യൂ എന്താണോ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത്. ഇമാജിനറി പാർട്ട് എന്താണോ, ഇൻപുട്ടിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണോ അതാണ് ഇമേജിൻ്റെ ആംഗിൾ അറ്റ് എ പോയിൻറ്റ്. അതായത് നമുക്കിവിടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഇൻപുട്ട് ഹിയർ, ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇതാണ് ഇൻപുട്ട് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ദ ഇൻപുട്ട് എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇറ്റ് വിൽ ബി സംവെയർ അറ്റ് ദാറ്റ് പോയിൻ്റ്. ഇതായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മോഡുലസ് വാല്യൂ, അതായത് ഈ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, അതെന്തായിരിക്കും ഇ റേസ് ടു എക്സ് ആണ്. ആൻഡ് അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ മോഡുലസ് വാല്യൂ. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗിൾ പോളാർ ആക്സിസിൽ നിന്നുള്ള ആംഗിൾ എന്ന് പറയുന്നതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അതെന്തായിരിക്കും, വൈ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ഇത് ഇവിടെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടുത്തെ എക്സ് ഡിസ്റ്റൻസിലും ഇവിടെ എക്സും ഇവിടെ വൈയും ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ എക്സിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ ആയിരിക്കും ഈ ഔട്ട്പുട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ വൈ വാല്യൂ ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. സോ വൈ വാല്യൂ എത്രയാണോ അത്രയും ആംഗിളിലാണ് പോളാർ ആക്സിസിൽ നിന്ന് ഈ പോയിൻ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് നമ്മൾ പറയുന്നത് ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ടില്ല. മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇൻപുട്ടിലുള്ള പല കേസുകൾ എടുക്കും. ആ പല കേസുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്താണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ ഔട്ട്പുട്ട് വരുന്നത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് വരാനുള്ള കാര്യം എന്താണ്, അതുപോലെ ഇൻപുട്ട് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് പറയുന്നത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ കേസിലുള്ള ഇൻപുട്ടുകളാണ്. ഇവിടെ ഇൻപുട്ടിൽ ഓരോ കേസുകൾ നോക്കും.
ഔട്ട്പുട്ടിൽ ഓരോ കേസുകൾ നോക്കും. സോ ഇൻപുട്ടിൽ നമ്മൾ എടുക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് നമ്മൾ 3 കേസുകളായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, 3 കേസുകളായിട്ടാണ് എടുക്കുന്നത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ കൂടി ഉള്ള ലൈൻ, അതായത് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ കൂടിയുള്ള ലൈൻ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കൂടിയുള്ള ഒരു ലൈൻ. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കൂടിയുള്ള ഒരു ലൈൻ, ദാറ്റ് ഈസ് വൈ വാല്യൂവിൽ കൂടിയുള്ള ലൈൻ ഓർ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ. സോ വൈ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു ലൈൻ. സോ ദിസ് ഇസ് കേസ് 1, എക്സ് ഈക്വൽ ടു എ. ദിസ് ഇസ് കേസ് 2, വൈ ഈക്വൽ ടു ബി. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഇടയിലുള്ള ഒരു റീജിയൻ, അതായത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ, അതായത് എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു ബിയും എടുക്കേണ്ടെന്ന് വിചാരിക്കുക. സോ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ വൈ ഈക്വൽ ടു ഇവിടെ ബി എടുക്കാൻ പറ്റില്ല, ബി എടുക്കുന്നതിന് പകരം നമുക്ക് സി എടുക്കാം നമുക്ക്. ഓക്കെ, എ ബി ഓൾറെഡി എടുത്തുകൊണ്ടാണ്. വൈ ഈക്വൽ ടു എ ബി ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ വൈ ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ലൈൻ എടുക്കും. വൈ ഈക്വൽ ടു ഡി, ഇത് തമ്മിൽ ഇടയിലുള്ള ഒരു ഏരിയ, ഈ ഏരിയ, ഇതിൻ്റെ ഇമേജ് എന്താണ്? അങ്ങനെ 3 കേസുകളായിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? കേസ് 1 ഈസ് എക്സ് ഈക്വൽ ടു എ, അതായത് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, y axis. Then second one is y equal to b, that is a line which is parallel to x axis. And the third one is a region in between x axis line and y axis line. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താണ്? ഇത് കൺഫേമൽ ആയത് കാരണം ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ 4 റീജിയൻസ്, ഇവിടെ നമുക്ക് 4 സ്ട്രേറ്റ് ലൈൻസ് ഉണ്ട്. എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു സി, വൈ ഈക്വൽ ടു ബി, വൈ ഈക്വൽ ടു ഡി. ഈ 4 ലൈൻസിൻ്റെ ഇടയിലുള്ള റീജിയൻ ആയിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണോ, അതായത് എക്സ് ഈക്വൽ ടു എയുടെയും എക്സ് ഈക്വൽ ടു സിയുടെയും ഔട്ട്പുട്ട് നോക്കും, വൈ ഈക്വൽ ടു ബിയുടെയും വൈ ഈക്വൽ ടു ഡിയുടെയും ഔട്ട്പുട്ട് നോക്കും. അതിൻ്റെ ഇടയിലുള്ള റീജിയൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ തന്നേക്കുന്ന റീജിയൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ എക്സ് ഈക്വൽ ടു എയുടെ ഇമേജ്, എക്സ് ഈക്വൽ ടു സിയുടെ ഇമേജ്, വൈ ഈക്വൽ ടു ഡിയുടെ ഇമേജ്, വൈ ഈക്വൽ ടു ബിയുടെ ഇമേജ്, ഇവിടെ എന്താണോ അത് കിട്ടുന്നത്, വാട്ട് എവർ ബി ദ റീജിയൻ വി ഒബ്റ്റെയിൻ ഹിയർ, അതിൻ്റെ ഇടയിലുള്ള റീജിയൻ തന്നെയായിരിക്കും ഇവിടുത്തെ ഈ റീജിയൻ്റെ, ഈ റെഡ് റീജിയൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഓരോ കേസുകളായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് കേസ് 1 എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് കേസ് 1 ഈസ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇൻപുട്ടാണ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ. സോ ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. ദിസ് ഈസ് ദ ലൈൻ എക്സ് ഈക്വൽ ടു എ. സോ ദിസ് ഈസ് ദ ഇൻപുട്ട് ഹിയർ. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻപുട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഇവിടെ എങ്ങനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തതാണ് നമ്മുടെ ഇതിൻ്റെ, അതായത് ഔട്ട്പുട്ടിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ആണ്. ആൻഡ് അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ അതിൻ്റെ പോളാർ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്ന സാധനം, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത സാധനം ഇതാണ്. ഇവിടെ എക്സ് ഈക്വൽ ടു എ ആണ് എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മുടെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു എ ആയിരിക്കും. സോ എക്സ് ഈക്വൽ ടു എ ആവുന്ന ലൈനിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ആർ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ആയിരിക്കും. ആൻഡ് ആംഗിൾ ഫൈ എന്ന് പറയുന്നത് വൈ വാല്യൂ തന്നെയായിരിക്കും. ഈ വൈക്ക് ഒരു റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വൈ എന്ന് പറയുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് തന്നിട്ടില്ല, എക്സിന് മാത്രമാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്. അപ്പോൾ ആർ ഈക്വൽ ടു ഇ റേസ് ടു എ എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആംഗിൾ വൈ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് മാത്രമാണ് നോക്കേണ്ടത്. സോ നമ്മൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു ഇ റേസ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് വൈ എന്തോ ആയിക്കോട്ടെ, മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ആണ്. അതായത് എ എന്താണോ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ. സോ വൈ മാറുന്നതിനനുസരിച്ച് എന്ത് വരുന്നു? വൈ എന്ന് പറയുന്നത് ആംഗിളാണ്. അപ്പോൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഈ ഫിക്സ്ഡ് പോയിൻ്റ്, അതായത് ആർ ഈക്വൽ ടു ഇ റേസ് ടു എ എന്ന്
പറയുന്ന ഫിക്സ്ഡ് പോയിൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. ആർ ഈക്വൽ ടു എ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആണ്. ഈ എക്സ് ഈക്വൽ ടു എയിലുള്ള എല്ലാ വാല്യൂസുകൾക്കും ആർ ഈക്വൽ ടു എ എന്ന് പറയുന്ന ഫിക്സഡ് ആണ്. പക്ഷേ വൈ മാറുന്നതിനനുസരിച്ച്, വൈ പോസിറ്റീവും വൈ നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് പോസിറ്റീവ് ഡയറക്ഷനിലും അതുപോലെ നെഗറ്റീവ് ഡയറക്ഷനിലും നമുക്ക് എന്ത് കിട്ടുന്നു? സർക്കിളുകൾ കിട്ടുന്നു. സോ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് e⁻ ആണ്. ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. സോ സർക്കിളാണ് നമുക്ക് കിട്ടുന്നത് ഹാവിങ് റേഡിയസ് e⁻. സോ ദിസ് ലൈൻ, അതായത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ എങ്ങനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് മാപ്ഡ് ഓൺ ടു എ സർക്കിൾ. അതായത് e⁻a എന്ന് പറയുന്ന മാപ്പിംഗ് ഒരു സർക്കിളായിട്ടാണ്. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ സർക്കിളായിട്ടാണ് വരുന്നത്. അതായത് ഈ e⁻z എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഒരു സർക്കിൾ പോലെ ഇവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. ഈ സർക്കിളാണ് ഇവിടെ വരുന്നത്. Okay, so what can you say about x equal to a? This is a constant. A is a constant. So the lines which are parallel to y-axis are mapped onto കോൺസെൻട്രിക് സർക്കിൾ. ഇനി എ മാറുന്നതിനനുസരിച്ച്, ഇപ്പോൾ എക്സ് ഈക്വൽ ടു എ ആയത് ആണ് എക്സ് ഈക്വൽ ടു ബി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന, നമുക്ക് വേറൊരു കളർ എടുക്കാം. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു ലൈനാണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് ദ ലൈൻ എക്സ് ഈക്വൽ ടു ബി. എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഈ കേസിൽ നമ്മുടെ ആർ എന്തായിരിക്കും? വാട്ട് വിൽ ബി ആർ ഹിയർ? ആർ എന്ന് പറയുന്നത് നമ്മുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? e⁻b. സോ ദാറ്റ് വിൽ ബി അനദർ സർക്കിൾ ഹിയർ. ഇവിടെ വേറൊരു സർക്കിളായിരിക്കും, e⁻b റേഡിയസ് വരുന്ന സർക്കിളായിരിക്കും. ശരിയല്ലേ? ഇനി ബി ചെറുതാവും തോറും e⁻b ചെറുതാവും. ഇനി നമുക്ക് വേറൊരു എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ലൈൻ, അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? e⁻p ആയിരിക്കും. സോ e⁻p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലൈൻ ആയിരിക്കും ഹാവിങ് റേഡിയസ് e⁻p. e⁻p റേഡിയസ് വരുന്ന ഒരു സർക്കിളായിരിക്കും. സോ ദീസ് ആർ ഓൾ കോൺസെൻട്രിക് സർക്കിൾസ്. ഒരു സെൻറ്റർ വരുന്ന സർക്കിളുകളാണ് ഇതെല്ലാം, അല്ലേ? ഒരൊറ്റ സെൻറ്റർ വരുന്ന പല സർക്കിളുകളാണ്. സോ ലൈൻസ് വിച്ച് ആർ പാരലൽ ടു വൈ ആക്സിസ് ആർ മാപ്ഡ് ഓൺ ടു കോൺസെൻട്രിക് സർക്കിൾസ് ഹാവിങ് റേഡിയസ് e⁻a. ഓക്കെ, e⁻a എന്ന് പറയുന്നതെല്ലാം എന്താണ്? ദേ ആർ കോൺസെൻട്രിക് സർക്കിൾസ്. വാട്ട് അബൌട്ട് എക്സ് ഈക്വൽ ടു 0? എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് ആകുമ്പോൾ എന്ത് വരും? വൈ ആക്സിസ് ആകുമ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? അതിൻ്റെ വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ആക്സിസ് ആണ്. ദിസ് ഇസ് വൈ ആക്സിസ്. ദിസ് ഇസ് വൈ എക്സ് ഈക്വൽ ടു 0. ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ആർ വാല്യൂ എന്ത് വരും? ആർ വാല്യൂ എന്ന് പറയുന്നത് e⁻0 ആണ്, അത് 1 ആണ്. സോ അതെങ്ങടാണ് മാപ്പ് ചെയ്യുന്നത്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 1 റേഡിയസിലുള്ള ഒരു ലൈനായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴേക്ക്, അതായത് വൈ ആക്സിസ്, എക്സ് ആക്സിസ് നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക്, അതായത് റേഡിയസ് 1 യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്കായിരിക്കും. സോ എക്സ് ആക്സിസ്, വൈ ആക്സിസ് മുകളിലേക്കുള്ളതെല്ലാം കോൺസെൻട്രിക് സർക്കിൾസ്. വൈ ആക്സിസ് മുതൽ താഴേക്ക്, അതായത് എക്സ് നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് കുഞ്ഞി സർക്കിളുകളാകും. സോ ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളായിട്ട് മാറും. വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം ദേ വിൽ ബിക്കം കോൺസെൻട്രിക് സർക്കിൾസ് വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് e⁻a. വൈ ആക്സിസിൻ്റെ താഴേക്ക്, അതായത് എക്സ് നെഗറ്റീവ് ആവുന്നതിനനുസരിച്ച് യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള കോൺസെൻട്രിക് സർക്കിളുകളായിട്ട് മാറും. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് വേറൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. വി ഹാവ് എ ലൈൻ എക്സ് ഈക്വൽ ടു മൈനസ് ഇത്. ആ ലൈൻ എങ്ങടേക്കായിരിക്കും പോവുക? ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ യൂണിറ്റ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു സർക്കിളായിട്ടായിരിക്കും ഫോം ചെയ്യുക. അതായത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. e⁻r എന്ന് പറയുന്ന, e⁻a എന്ന് പറയുന്നത് 1നേക്കാളും ചെറുതായിരിക്കും. സോ ദിസ് സ്ട്രെയിറ്റ് ലൈൻ വിൽ ബി മാപ്ഡ് ഓൺ ടു ദ സർക്കിൾ ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ. സോ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന കേസിൽ എന്താണ്? എക്സ് ഈക്വൽ ടു എ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ക്യാൻ യു സേ? all the images will be concentric circles. They will be concentric circles and they are having center at origin.
ദേ ആർ ഹാവിങ് സെൻറ്റർ അറ്റ് ഒറിജിൻ. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് e⁻a എന്ന് പറയുന്ന റേഡിയസ് വരുന്നതായിരിക്കും. സോ x=a എന്ന് പറയുന്ന ലൈൻസുകളെല്ലാം അതിൻ്റെ ഇമേജസ് ആണ് നമ്മൾ പറയുന്നത്. ദേ വിൽ ബി കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് ദെയർ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനാണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് e⁻a ആണ്. ആൻഡ് ഇൻ പർട്ടിക്കുലർ y ആക്സിസ് വിൽ ബി മാപ്ഡ് ഓൺ ടു യൂണിറ്റ് സർക്കിൾ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ മാപ്പിംഗ് ഗോസ് ഫോർ കേസ് 1. x=a ആകുമ്പോൾ ഉള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? കേസ് 2 ആണ്. സോ വാട്ട് ഈസ് ദ കേസ് 2? കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? കേസ് 2, ലെറ്റ്സ് കൺസിഡർ കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് കേസ് 2? കേസ് 2 എന്ന് പറയുന്നത് y=b ആവുന്ന കേസ്. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിനോട് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, വൈ ആക്സിസിനോട് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കേസാണ് നമ്മൾ പറയുന്നത്. സോ y=b എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത്. y=b. സോ y=b എങ്ങടായിരിക്കും പോവുക എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടുത്തെ r എന്ന് പറയുന്നത് r=e⁻x ആണ്. e⁻x ആണ്. ആൻഡ് ഫൈ എന്ന് പറയുന്നത് y ആണ്. ഇതാണ് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന സാധനം. ഓക്കെ, ഇമേജിൻ്റെ അതിൻ്റെ ഇമേജസ് വരുന്നതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് e⁻x ആണ്. y എന്ന് പറയുന്നത് എന്താണ്? y എന്ന് പറയുന്നതാണ് അതിൻ്റെ ആംഗിൾ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ y എന്ന് പറയുന്നത് b. സോ ദാറ്റ് ഈസ് ഫിക്സഡ്. സോ ഫൈ എന്ന് പറയുന്നത്, അതായത് ഇമേജസ് ഏതാണെങ്കിലും ഇവിടുത്തെ ഫൈ എന്ന് പറയുന്നത് y ആണ്. ദാറ്റ് ഈസ് ഫിക്സഡ്. അത് ഫിക്സ് ചെയ്തേക്കാണ്. പക്ഷേ ഇവിടുത്തെ റേഡിയസ്, അതായത് അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫിക്സഡ്, ഇറ്റ് ചേഞ്ചസ്. e⁻x വാല്യൂസ് മാറുന്നതിനനുസരിച്ച്, അതായത് ഇവിടുത്തെ എക്സ് വാല്യൂസുകൾ ഏതാണോ, ഇവിടുത്തെ ഓരോ പോയിൻറ്റിലെയും എക്സ് വാല്യൂസ് ഏതാണോ അത് മാറുന്നതിനനുസരിച്ച് റേഡിയസ് മാറുന്നു. സോ ഓരോ എക്സ് വാല്യൂസിനനുസരിച്ച് റേഡിയസ് മാറുന്നു. പക്ഷേ y എന്ന് പറയുന്ന ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവിടുത്തെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കളർ എടുക്കുകയാണ്. സോ ഇമേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ y എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ദാറ്റ് ഈസ് ആംഗിൾ ഈസ് ഫിക്സഡ്. ഇവിടുത്തെ ആംഗിൾ ഫിക്സഡ് ആണ്, പക്ഷേ ഇവിടുത്തെ ഇമേജ് മാറുന്നുണ്ട്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് y. സോ y ഈസ് ഫിക്സഡ്. y ഫിക്സഡ് ആയിട്ട് പോവും. ഈ y എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ ഫിക്സഡ് ആയിട്ട് പോവും. പക്ഷേ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് പല രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്ന e⁻x കൂടുന്തോറും അതിൻ്റെ റേഡിയസ് കൂടും. e⁻x ഇവിടെ y ആക്സിസിൻ്റെ താഴേക്ക് പോകുന്തോറും അതിൻ്റെ റേഡിയസ് കുറഞ്ഞു, അതായത് നെഗറ്റീവിലേക്ക് പോകും. സോ ഇത് ആണ് നമ്മുടെ φ=b എന്ന് പറയുന്ന φ=b, അതായത് y എന്ന് പറയുന്നത് b ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. φ=b, അതായത് ഫൈ എന്ന് പറയുന്ന y ആണ്, അത് b ആയിട്ടുള്ള ഒരു കർവ് എന്ന് പറയുന്നത്, അതായത് ഇമേജിലെ കർവ് എന്ന് പറയുന്നത് എന്താണ്? they are straight lines which passes through the origin. Okay, it passes through the origin. Actually it starts from the origin. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങടേക്ക് മാറില്ല. കാരണം x എന്ന് പറയുന്നത് e⁻x എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് എടുക്കുന്നില്ല. അതുകൊണ്ട് it starts from the origin ആണ്. So it does not have negative values. Actually it starts from the ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ്, അല്ലെങ്കിൽ നമുക്കൊരു റേ എന്ന് പറയാം അല്ലേ. ദേ ക്യാൻ ബി റിട്ടൺ ആസ് എ റേ എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ലൈൻ സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഹാവിങ് ഒരു പോയിൻ്റ് മാത്രം ഫിക്സഡ് ആണ്, മറ്റേത് ഒരു ലൈൻ സെഗ്മെൻറ്റ് ലൈൻസ് ഹാവിങ് വൺ പോയിൻറ്റ് ഫിക്സഡ് ഈസ് കോൾഡ് എ റേ. അപ്പോൾ ഒരു റേ ആണ് നമുക്ക് y=b എന്ന് പറയുന്ന ലൈനിൽ നിന്ന് കിട്ടുന്നത്. ഇനി y=c എന്ന് പറയുന്ന ലൈനായിരുന്നെങ്കിലോ നമുക്ക് വേറൊരു ലൈൻ ഉണ്ടായിരുന്നു, y=c എന്ന് പറയുന്ന ലൈൻ ആയിരുന്നെങ്കിലോ y=c എന്ന് പറയുന്ന ലൈൻ y ബിനേക്കാളും ചെറുതാണ്. അപ്പോൾ ദാറ്റ് വിൽ ബി അനദർ റേ. ഇതാണ് y=c എന്ന് പറയുന്ന ലൈൻ. ഇനി y=d എന്ന് പറയുന്ന ലൈൻ ആയിരുന്നെങ്കിലോ, അതായത് നമുക്ക് വേറൊരു ലൈനും കൂടി ഉണ്ട്, y=d എന്ന് പറയുന്ന ലൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? y=d. ദിസ് ഇസ് ദി ലൈൻ y=d. അത് ബിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഒരു ആംഗിൾ, അപ്പോൾ അതിൽ കൂടിയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ y=d. സോ ഓൾ ദ ഇമേജസ്, ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഇമേജസ്, ഇവിടുത്തെ ഇമേജസ് ഒക്കെ എന്താണ്? ഹിയർ ദ ഇമേജസ് they are actually straight lines. There will be straight lines starting from ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ആൻഡ് ദേ മേക്ക്
ദേ മേക്ക് ദ കറസ്പോണ്ടിങ് വൈ ആംഗിൾ. വൈ വാല്യൂ എന്താണോ ആ ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻസാണ് നമ്മളിവിടെ റേസ് ആയിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ കേസ് 1 എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു വൈ ആക്സിസ്, ദേ വിൽ ബി കോൺസെൻട്രിക് സർക്കിൾസ്. കേസ് 2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്, ദേ വിൽ ബി റേസ് ഓൺ ദിസ് വൺ. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ തേർഡ് കേസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈൻസ് കൺസിസ്റ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു വൈ ആക്സിസ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ഗ്രാഫ് എന്താണ്? ഇതാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കേസ് 3 ആണ്. കേസ് 3 എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് 3 മീൻസ് വി ആർ ഹാവിങ് straight lines which are parallel to x-axis as well as parallel to y-axis. So we are having straight lines which are parallel to x-axis and which are parallel to y-axis. y-axisനോടും പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള റീജിയൻ, ഈ റീജിയൻ എങ്ങടാണ് മാപ്പ് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. സോ വി ഹാവ് സ്ട്രെയിറ്റ് ലൈൻസ് വിച്ച് ആർ പാരലൽ ടു എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി, and straight lines which are parallel to y-axis, straight lines which are parallel to y-axis, that is x equal to a and x equal to b, and we have straight lines which are parallel to x-axis which is y equal to c and y equal to d. So case 3 is we have a region. That region is defined as a less than or equal to x less than or equal to b and c less than or equal to y less than or equal to d. ഈ റീജിയൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ദിസ് റീജിയൻ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. ഈ റീജിയൻ ആണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആ റീജിയൻ്റെ ഇമേജ് എന്താണ്, അതിൻ്റെ ഇമേജ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു എക്സ് ഈക്വൽ ടു എ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 കേസുകളുണ്ട് അല്ലേ. എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി, വൈ ഈക്വൽ ടു സി, വൈ ഈക്വൽ ടു ഡി. ഇവിടെ 4 കേസുകളാണ് വരുന്നത്. എക്സ് ഈക്വൽ ടു എ ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു കോൺസെൻട്രിക് സർക്കിൾസ് ആണ്, അല്ലെങ്കിൽ ദേ വിൽ ബി എ സർക്കിൾ. ശരിക്കും കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയേണ്ട, നമുക്ക് സർക്കിൾ ഹാവിങ് റേഡിയസ് എന്താണ്? ഹാവിങ് ആർ ഈക്വൽ ടു ഇ റേസ് ടു എ. ഇനി ഇത് എന്ന് പറയുന്നത് എഗെയിൻ സർക്കിൾ, ഇതും സർക്കിൾ തന്നെയാണ്. ഹാവിങ് റേഡിയസ് ഓർ മോഡുലസ് വാല്യൂ ആർ ഈക്വൽ ടു ഇ റേസ് ടു ബി. സോ ആർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? വി ഹാവ് എ സർക്കിൾ. ഓക്കെ, നമുക്ക് അതേ ഫിഗർ, അതേ പടം, അതേ കളർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എക്സ് ഈക്വൽ ടു എ, ദേ വിൽ ബി എ സർക്കിൾ ഹാവിങ് റേഡിയസ് ഇ റേസ് ടു എ വിത്ത് സെൻറ്റർ ഒറിജിൻ. അതാണ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ഇതാണ് എക്സ് ഈക്വൽ ടു എ. ഇനി എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി അനദർ സർക്കിൾ. ആക്ച്വലി ദേ ആർ കോൺസെൻട്രിക് സർക്കിൾസ്. ദേ ആർ ഹാവിങ് ദ റേഡിയസ് എക്സ് ഈക്വൽ ടു ബി. ഇതാണ് എക്സ് ഈക്വൽ ടു ബി. സോ എക്സ് ഈക്വൽ ടു ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഈക്വൽ ടു ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റീജിയൻസ് കിട്ടി. ദേ വിൽ ബി സർക്കിൾസ് ഹാവിങ് റേഡിയസ് എക്സ് ഇ റേസ് ടു എ ആൻഡ് ഇ റേസ് ടു ബി. ഇനി നമുക്ക് വൈ ഈക്വൽ ടു സിയുടെയും വൈ ഈക്വൽ ടു ഡിയുടെയും കേസ് നോക്കാം. വൈ ഈക്വൽ ടു സിക്ക് നമ്മൾ പറഞ്ഞിരുന്നു ദേ ആർ ഹാവിങ് എ റേ ഫ്രം ഒറിജിൻ. It's a ray from origin with angle argument value equal to c. ഈ ഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതെന്താ തന്നെയാണ്? നമുക്ക് റേ ആണ് ഫ്രം ഒറിജിൻ. ദിസ് ഓൾസോ എ റേ ഫ്രം ഒറിജിൻ വിത്ത് ആർഗ്യുമെൻറ്റ് വാല്യൂ ഓർ ആംഗിൾ വാല്യൂ ഈക്വൽ ടു ഡി. സോ സി ഡബ്ല്യു ഈക്വൽ ടു സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു റേ ആണ് കിട്ടുന്നത്. വി ഹാവ് എ റേ ദാറ്റ് ഈസ് ദിസ് ഇസ് വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന റേ ആണ്. വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന റേ ആണിത്. വൈ ഈക്വൽ ടു സി. സോ ഇനി അടുത്തത് വൈ ഈക്വൽ ടു ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതും ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. സോ വൈ ഈക്വൽ ടു ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത്. ഓക്കെ, വൈ ഈക്വൽ ടു സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും വൈ ഈക്വൽ ടു ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും. ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന കൺഫേമലാണ്. സോ ഈ 4 റീജിയൻസ്, 4 ബൗണ്ടറികൾക്കിടയിലുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 4 ബൗണ്ടറികളുടെയും ഇമേജസ് എന്താണോ
അതുകളുടെ റീജിയൺ, അതിനിടയിലുള്ള റീജിയൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ദ ഇമേജ് ഓഫ് ദി ഗിവൺ റീജിയൻ. സോ ഇമേജ് ഓഫ് ദ ഗിവൺ റീജിയൻ, അതായത് നമുക്ക് തന്നേക്കുന്ന ഈ ഒരു റീജിയൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ദിസ് വൺ, ദ ആർക്ക്. ഈ രണ്ട് ആർക്കുകൾക്കിടയിൽ, ഈ രണ്ട് റേസിനിടയിലുള്ള ഈ ഒരു റീജിയൻ ആയിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ റെക്ടാങ്കുലർ റീജിയൻ ഇൻ ദ ഇസഡ് പ്ലെയിൻ ഹാവിംഗ് ബൗണ്ടറി x equal to a and x equal to b and y equal to c and y equal to d is mapped onto this region between two spheres or two circles, concentric circles and the rays. ഇതിനെ രണ്ടെണ്ണത്തിൻ്റെയും സ്ഫിയേഴ്സിൻ്റെയും അതുപോലെ തന്നെ സർക്കിൾസിൻ്റെയും അതുപോലെ തന്നെ ഈ രണ്ട് റേസിൻ്റെയും ഇതിൻ്റെ ഇടയിലേക്കുള്ള ഈ റീജിയനിലേക്കാണ് ഇ റേസ് ടു സെഡിനെ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഡിഫൈൻ ദ മാപ്പിംഗ് ഓഫ് ഇ റേസ് ടു സെഡ്. സോ ഇ റേസ് ടു സെഡിൻ്റെ മാപ്പിംഗ് അറിയാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഓരോ കേസുകളായിട്ട് എടുത്തു. അതായത് x ഈക്വൽ ടു എ എന്ന് പറയുന്ന കേസ് എടുത്തു, y ഈക്വൽ ടു ബി എന്ന് പറയുന്ന കേസ് എടുത്തു. അവിടെ നിന്ന് എക്സിനോട് പാരലായിട്ടുള്ള ലൈൻസും വൈനോട് y ആക്സിസിനോട് പാരലായിട്ടുള്ള ലൈൻസും എങ്ങടാ പോണേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. ആൻഡ് ഇൻ ദ തേർഡ് കേസ് വി കൺസിഡർ എ റീജിയൻ. ആ റീജിയണിൽ എന്താണ് മാപ്പ് ചെയ്ത് നിൽക്കുന്നത്, അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദി മാപ്പിംഗ് ഓഫ്, ഡിഫൈൻ ദ മാപ്പിംഗ് ഓഫ് W ഈക്വൽ ടു ഇ റേസ് ടു സെഡ്. ഇ റേസ് ടു സെഡിൻ്റെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡിഫൈൻ ദിസ് റീജിയൻ. ഈ റീജിയൻ എങ്ങടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ റീജിയൻ മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം x ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനും y ഈക്വൽ ടു സി എന്ന് പറയുന്ന ലൈനും എഴുതിയിട്ട് ഒരു റീജിയൻ എടുക്കണം. ഇവിടെയാണ് നമ്മൾ റീജിയൻ എടുക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ആപ്ലിക്കേഷൻ, അതായത് ഇത്തരം റീജിയനിലേക്കാണ് എന്നുള്ളത് നമുക്ക് പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമുക്ക് ഇ റേസ് ടു സെഡിൽ എപ്പോഴും പോളാർ ഫോമിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. പോളാർ ഫോമിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചെയ്യുന്നത്. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യാൻ എളുപ്പം പോളാർ ഫോമാണ്, അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ.